ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ 2016 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് 5 സ്ക്വയർ ഇൻറ്റു 5 റൈസ്ഡ് ടു 4 ഇൻറ്റു 5 റൈസ്ഡ് ടു 6 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 5 റൈസ്ഡ് ടു 2n ഈക്വൽ ടു 0.04 റൈസ്ഡ് ടു -21, വാട്ട് ഈസ് n? 5 റൈസ്ഡ് ടു 2 ഇൻറ്റു 5 റൈസ്ഡ് ടു 4 ഇൻറ്റു 5 റൈസ്ഡ് ടു 6 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 5 റൈസ്ഡ് ടു 2n ആയാൽ n എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 5 സ്ക്വയർ ഇൻറ്റു 5 റൈസ്ഡ് ടു 4 ഇൻറ്റു 5 റൈസ്ഡ് ടു 6 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 5 റൈസ്ഡ് ടു 2n ഈക്വൽ ടു 0.04 റൈസ്ഡ് ടു -21 ആണ്. ഇതിനെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യമാക്കി മാറ്റണം. അതിനുശേഷം n കണ്ടുപിടിക്കണം. നമുക്കറിയാം എക്സ് റൈസ്ഡ് ടു m ഇൻറ്റു എക്സ് റൈസ്ഡ് ടു n-നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റൈസ്ഡ് ടു m പ്ലസ് n എന്ന് എഴുതാം. അപ്പോൾ 5 സ്ക്വയർ ഇൻറ്റു 5 റൈസ്ഡ് ടു 4-നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 റൈസ്ഡ് ടു 2 പ്ലസ് 4 എന്ന് എഴുതാം. ഇനി അതിന്റെ കൂടെ ഇൻറ്റു 5 റൈസ്ഡ് ടു 6 വന്നാൽ നമുക്ക് 5 റൈസ്ഡ് ടു 2 പ്ലസ് 4 പ്ലസ് 6 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5 റൈസ്ഡ് ടു 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 2n ഈക്വൽ ടു 0.04 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 0.04 എന്നതിനെ 4/100 ആണ്. അപ്പോൾ ഇവിടെ 0.04-നെ നമ്മൾ എന്ത് എഴുതുകയാണ്? 4/100 എന്ന് മാറ്റി എഴുതുക. ഇനി നമുക്ക് ഈ -21 മാറ്റണം, +21 ആക്കണം. a/b ഹോൾ റൈസ്ഡ് ടു -c ആണെങ്കിൽ ഇവിടെ ഈ -c-നെ +c ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുത്താൽ മതി. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് a/b ആണെങ്കിൽ b/a. b/a എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -c എന്താവും? +c ആവും. അതായത് ഈ 4/100-നെ നമുക്ക് എന്താക്കണം? 100/4 ആക്കി കഴിഞ്ഞാൽ -21 എന്താവും? +21. ഇനി 100/4 എത്രയാണ്? 25. 25 റൈസ്ഡ് ടു 21 എന്നായി. 25 എന്ന് പറയുന്നത് എന്താണ്? 5-ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 5 സ്ക്വയർ റൈസ്ഡ് ടു 21. അപ്പോൾ എക്സ് റൈസ്ഡ് ടു m ഹോൾ റൈസ്ഡ് ടു n എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? എക്സ് റൈസ്ഡ് ടു m ഇൻറ്റു n ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 റൈസ്ഡ് ടു 2 ഹോൾ റൈസ്ഡ് ടു 21-നെ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? 5 റൈസ്ഡ് ടു 2 ഇൻറ്റു 21. 2 ഇൻറ്റു 21 എത്രയാണ്? 42. അപ്പോൾ 0.04 ഹോൾ റൈസ്ഡ് ടു -21-നെ നമ്മൾ എന്താക്കി? 5 റൈസ്ഡ് ടു 42 എന്നാക്കി. ഇനി ഇവയെ നമുക്ക് എങ്ങനെ പറയാം? എക്സ് റൈസ്ഡ് ടു m ഈക്വൽ ടു എക്സ് റൈസ്ഡ് ടു n ആണെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? m ഈക്വൽ ടു n ആണ്. അതായത് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 2n എന്ന് പറയുന്നത് 42 ആണ്. ഇനി 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 2n-നെ നമുക്ക് ആൾജിബ്രൈക് ഫോമിലേക്ക് മാറ്റണം. അത് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? സം ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഇതിലെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ്. f എന്താണ്? ഫസ്റ്റ് ടേം. d എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. അപ്പോൾ ഇനി ഈ സീക്വൻസിന്റെ സമ്മ് കാണാം. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 2n. ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? അഥവാ ആദ്യ പദം 2 ആണ്. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 4-ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അഥവാ ആൾജിബ്രൈക് ഫോം എങ്ങനെ വരും? n/2 ഇൻറ്റു 2f എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 4 പ്ലസ് n-1 അതുപോലെ എഴുതി ഇൻറ്റു 2 ഈക്വൽ ടു n/2 ഇൻറ്റു 4 പ്ലസ് n-1
1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2n മൈനസ് 2 ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു 4 മൈനസ് 2 എന്ത് വരും 2 പ്ലസ് 2n ഈക്വൽ ടു ഇനി n ബൈ 2 ഇൻറ്റു 2 എന്ത് വരും n പ്ലസ് n ബൈ 2 ഇൻറ്റു 2n എന്ത് വരും n സ്ക്വയർ. അപ്പോൾ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 2n നമുക്ക് എങ്ങനെ എഴുതാം n പ്ലസ് n സ്ക്വയർ എന്ന് എഴുതാം ഈക്വൽ ടു 42. ഇപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടി. ഏതാണ് n സ്ക്വയർ പ്ലസ് n ഈക്വൽ ടു 42. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ച് നമുക്ക് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആദ്യം തന്നെ b എന്താണ് 1 ആണ്, c 42. ഇനി n ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് n ആണ്, അപ്പൊ n ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് c പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് c എന്താണ് 42 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ, അപ്പോൾ 1/4 മൈനസ് 1/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 42 പ്ലസ് 1/4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 42 ഇൻറ്റു 4 എത്രയാണ് 168. 168 പ്ലസ് 1 169 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1/2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 169ന്റെ റൂട്ട് എത്രയാണ് 13, 4ന്റെ റൂട്ട് 2 മൈനസ് 1/2. n-ന് 2 വാല്യൂസ് വരും. ഒന്ന് n ഈക്വൽ ടു മൈനസ് 13/2 മൈനസ് 1/2, അതുപോലെ n ഈക്വൽ ടു പ്ലസ് 13/2 മൈനസ് 1/2. ഇനി മൈനസ് 13 മൈനസ് 1 എന്ത് വരും മൈനസ് 14/2. മൈനസ് 14ന്റെ പകുതി മൈനസ് 7. ഇനി 13ൽ നിന്ന് 1 പോയാൽ എത്രയാ 12/2. 12ന്റെ പകുതി എത്രയാണ് 6. അപ്പോൾ n-ന് ഇവിടെ 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. n ഈക്വൽ ടു 6 ആണ് നമുക്ക് കിട്ടിയ ഉത്തരം. അടുത്ത ചോദ്യം, the sum of a number and 3 times of its reciprocal is 7/2. Take the number as x, form a second degree equation. Find the number. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും 3 മടങ്ങിന്റെയും തുക 7/2 ആണ്. സംഖ്യ x എന്നെടുത്ത് തന്നിട്ടുള്ള വിവരങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമവാക്യം രൂപീകരിക്കുക. സംഖ്യ കണ്ടുപിടിക്കുക. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള സെന്റൻസ് ഉപയോഗിച്ച് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കണം. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത് ദ സം ഓഫ് എ നമ്പർ. ആ നമ്പറിനെ നമ്മൾ എക്സ് എന്നെടുക്കുന്നു. ദ സം ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3 ടൈംസ് ഓഫ് ഇറ്റ്സ് റെസിപ്രോക്കൽ. അതായത് എക്സ് എന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ നേരെ തിരിച്ചിടുക. എക്സ് ആണെങ്കിൽ 1/x, a/b ആണെങ്കിൽ b/a. ഇനി 3 ടൈംസ് ഓഫ് ഇറ്റ്സ് റെസിപ്രോക്കൽ എക്സ് പ്ലസ് 3 ഇൻറ്റു 1/x ഈസ് 7/2. അതായത് ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെ 3 മടങ്ങിന്റെയും തുക 7/2 ആണ്. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും. എങ്ങനെയാണ് എക്സ് പ്ലസ് 3 ഇൻറ്റു 1 3/x ഈക്വൽ ടു 7/2. ഇനി ഇതിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. a/b പ്ലസ് c/d ഈക്വൽ ടു എങ്ങനെയാണ് a ഇൻറ്റു d പ്ലസ് c ഇൻറ്റു b ഈക്വൽ ടു b ഇൻറ്റു d. അതുപോലെ ഇവിടെ x ഇൻറ്റു എക്സ് എന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 എത്ര വരും 3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു എക്സ് എക്സ് ഈക്വൽ ടു 7/2. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു 7/2. ഈ ഹരണം എക്സ് ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും ഗുണനമാവും. അപ്പോൾ എക്സ് സ്ക്വയർ ഈ 7/2 എക്സിനെ ഇക്വേഷന്റെ ഇടതുഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് 7/2x ഈക്വൽ ടു പ്ലസ് 3 ആ സൈഡിലേക്ക് കൊണ്ടുപോയാൽ -3. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം. എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 7/2x ഈക്വൽ ടു -3. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഫൈൻഡ് ദ നമ്പർ. എക്സിന്റെ വാല്യൂ അഥവാ പരിഹാരം കണ്ടുപിടിക്കണം. അതിനിവിടെ നമുക്ക് 2 വഴികളാണുള്ളത്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതുപോലെ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല അഥവാ ദ്വിമാന സമവാക്യം ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. വർഗ്ഗത്തികവ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് എങ്ങനെയാവണം എക്സ് സ്ക്വയർ പ്ലസ് bx
ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം. അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം, കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 7/2 എക്സ് ഈക്വൽ ടു -3. ഇനി ഇതിൽ നിന്ന് ബിന്റെയും സിന്റെയും വാല്യൂ എടുത്തെഴുതാം. -7/2 ആണ് ബി, സി എന്ന് പറയുന്നത് -3. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ്? -3 പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് -7/2 സ്ക്വയർ, -7/2 സ്ക്വയർ. ഇനി 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പൊ നമുക്ക് ബി സ്ക്വയറിനെ 49/4 ഹോൾ ഡിവൈഡഡ് ബൈ 4 മൈനസ് ബി എത്രയാണ്? -7/2/2. ഇനി ഈ 49/4 ഹോൾ ഡിവൈഡഡ് ബൈ 4നെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 49 ഹരണം 4 ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇതിനെ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഈ ഹരണം മാറ്റി ഇവിടെ ഗുണനമാക്കണം. അപ്പോൾ അടുത്ത് വരുന്ന സംഖ്യ എന്താവും? റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമമാവും. ഇവിടെ 4 ആയതുകൊണ്ട് ഇതെന്താവും? 1/4 ആവും. അപ്പോൾ 49/4 ഗുണനം 1/4. ഇനി നേരിട്ട് ഗുണിക്കാം. 49 × 1 എത്രയാ? 49. 4 × 4 എത്രയാ? 16. അപ്പോൾ 49/4 ഹോൾ ഡിവൈഡഡ് ബൈ 4 എന്തായി? 49/16 ആയി. അതുപോലെ തന്നെ ഇവിടെ -7/2 ഡിവൈഡഡ് ബൈ 2. ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം? ആദ്യം 7/2 അതുപോലെ എഴുതുന്നു, ഹരണം ഗുണനമാക്കും. അപ്പോൾ എന്ത് വരും? അടുത്ത് വരുന്ന ഇൻഡിജർ അഥവാ നമ്പറിന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം വേണം എടുക്കാൻ. അപ്പോൾ 2ന്റെ എന്താ വ്യുൽക്രമം? 1/2 ഈക്വൽ ടു 7 × 1 എത്രയാ? 7. 2 × 2 എത്രയാ? 4. അപ്പോൾ 7/2/2 എന്തായി? 7/4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 പ്ലസ് 49/16. ഇനി ഈ മൈനസ് മൈനസ് എന്താവും? പ്ലസ് 7/2 ഹോൾ ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 7/4. ഇനി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. -3 × 16 എത്രയാണ്? -48 പ്ലസ് 49 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 7/4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -48 പ്ലസ് 49 എന്ത് വരും? 49ൽ നിന്നും 48 പോയാൽ 1/16 പ്ലസ് 7/4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1ന്റെ റൂട്ട് എത്രയാണ്? 1 തന്നെയാണ്. 16ന്റെ റൂട്ടോ? 4 പ്ലസ് 7/4. അപ്പോൾ എക്സിന് 2 വാല്യൂസ് വരാം. ഒന്ന് എക്സ് ഈക്വൽ ടു -1/4, അതേപോലെ പ്ലസ് 7/4. അടുത്ത വാല്യൂ എക്സ് ഈക്വൽ ടു പ്ലസ് 1/4 പ്ലസ് 7/4. ഇനി 7ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 6/4. 7ൽ കൂടെ 1 കൂട്ടിയാൽ 8/4. 8/4 എത്രയാണ്? 2 ആണ്. 6/4 6ന്റെ പകുതി 3, 4ന്റെ പകുതി 2. ഇങ്ങനെ ചുരുക്കി എഴുതാം. അപ്പോൾ എക്സിന് 2 വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. എക്സ് ഒന്നുമില്ലെങ്കിൽ 3/2 ആവാം, അല്ലെങ്കിൽ 2 ആവാം. അടുത്ത ചോദ്യം, an 8 centimeters long wire is to be bent into a rectangle. Can a rectangle with diagonal 2 centimeters be made from it? Why? 8 centimeter നീളമുള്ള ഒരു കമ്പി വളച്ചു ചതുരമാക്കണം. വികർണത്തിന്റെ നീളം 2 സെന്റിമീറ്റർ ആയ ഒരു ചതുരം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമോ? എന്തുകൊണ്ട്? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കയ്യിലൊരു 8 സെന്റിമീറ്റർ നീളമുള്ള വയറുണ്ട്. ഈ വയറിനെ വളച്ച് ഒരു റെക്റ്റാങ്കിൾ അഥവാ ഒരു ചതുരം ഉണ്ടാക്കുന്നു. ഈ ചതുരത്തിന്റെ ഡയഗണൽ അഥവാ വികർണം എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വയറ് കൊണ്ടാണ് ഈ റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇതിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എത്രയാണ്? 8 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്.
എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും അഥവാ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 8/2 ആണ്, അതായത് 4 ആണ്. ബ്രെഡ്ത്ത് അഥവാ വീതി എന്നത് 4 മീറ്ററിൽ നിന്നും ലെങ്ത് അഥവാ നീളം കുറച്ചതാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ലെങ്ത് നമുക്ക് ഇതെടുക്കാം എക്സ്. ഇനി ബ്രെഡ്ത്ത് നമുക്ക് ഇതെടുക്കാം, അഥവാ വീതി. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 മൈനസ് ലെങ്ത് ആണ്, അതായത് 4 മൈനസ് എക്സ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഒരു മട്ട ത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡ് 4 മൈനസ് എക്സ് ആണ്, ഒരു സൈഡ് എക്സ് ആണ്, ഒരു സൈഡ് 2 ആണ്. മട്ട ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, പൈതഗോറസ് തിയറത്തിനെ കുറിച്ച്. എന്താണ് പൈതഗോറസ് തിയറം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ. ഇതാണ് പൈതഗോറസ് തിയറം. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എക്സ് ഹോൾ സ്ക്വയറിന് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ആദ്യം 4ന്റെ സ്ക്വയർ എടുക്കും, എത്രയാ? 16 പ്ലസ് 2 ഇൻറ്റു 4 ഇൻറ്റു എക്സ്. 2 ഇൻറ്റു 4 എത്രയാണ്? 8. 8 ഇൻറ്റു മൈനസ് എക്സ് എന്ത് വരും? മൈനസ് 8x. ഇനി മൈനസ് എക്സിന്റെ സ്ക്വയർ എന്ത് വരും? പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എത്രയാ? 4. എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും കൂട്ടിയാൽ 2x സ്ക്വയർ മൈനസ് 8x. 16 ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് 16 ഉണ്ട്. ഈ പ്ലസ് 4നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 16 മൈനസ് 4 എത്ര വരും? പ്ലസ് 12 ഈക്വൽ ടു 0. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ ടു 0 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടി. അപ്പോൾ ഈ റെക്ടാംഗിളിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഈ റെക്ടാംഗിൾ, ഇങ്ങനെ ഒരു റെക്ടാംഗിൾ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാവുമോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ അഥവാ പരിഹാരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാമായിരുന്നു. ഇവിടെ നമ്മളോട് ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ ആ ഇക്വേഷന്റെ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം. ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിച്ച് അത് നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇക്വേഷന് ഒരേ ഒരു സൊല്യൂഷൻ അഥവാ ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 അഥവാ ഒരു പോസിറ്റീവ് നമ്പർ ആണ് കിട്ടുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം ആ ഇക്വേഷന് 2 സൊല്യൂഷൻ ഉണ്ട്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 അഥവാ ഒരു നെഗറ്റീവ് നമ്പർ ആണ് കിട്ടുന്നത് എങ്കിൽ, ഒരു മൈനസ് വാല്യൂ ആണ് കിട്ടുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഇക്വേഷന് നോ സൊല്യൂഷൻ അഥവാ ഒരു പരിഹാരവും ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ പോസിബിൾ ആണോ എന്നറിയാൻ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കണം. അപ്പോൾ എ എന്താണ്? 2 ആണ്, ബി എന്താണ്? -8 ആണ്, സി എത്രയാണ്? 12 ആണ്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ബി സ്ക്വയർ എന്ന് പറയുന്നത് -8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 12. -8ന്റെ സ്ക്വയർ എത്രയാണ്? 64 മൈനസ് 4 ഇൻറ്റു 2 എത്രയാണ്? 8. 8 ഇൻറ്റു 12 എത്രയാണ്? 96. ഇനി 64ൽ നിന്നും 96 പോയാൽ -32. അതായത് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് കിട്ടിയത് ഒരു മൈനസ് വാല്യൂ അഥവാ ഒരു നെഗറ്റീവ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് ഒരു പരിഹാരവും ഇല്ല. അതായത് 8 സെന്റിമീറ്റർ ലോങ് വയർ കൊണ്ട് 2 സെന്റിമീറ്റർ ഡയഗണൽ ആയിട്ടുള്ള ഒരു റെക്ടാംഗിൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ബി സ്ക്വയർ മൈനസ് 4ac എന്നത് ഒരു നെഗറ്റീവ് നമ്പർ അഥവാ ഒരു മൈനസ് വാല്യൂ ആണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം, റൈറ്റ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 എന്ന ബഹുപദത്തെ ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ആദ്യം എന്താണ് ചെയ്യാറ്? നമ്മുടെ പോളിനോമിയൽ അഥവാ ബഹുപദത്തെ ഒരു ഇക്വേഷൻ സമവാക്യം രൂപത്തിലാക്കും. അതിനുശേഷം ആ സമവാക്യത്തിന്റെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കും. ആ പരിഹാരങ്ങളെ ഫാക്ടർ ആക്കി എഴുതുകയും
ആ ഫാക്ടറുകളെ ഗുണനഫലങ്ങളായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് അഥവാ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇക്വേഷൻ, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിലെ പരിഹാരം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തികവാണ് ഉപയോഗിക്കുന്നത്. വർഗ്ഗത്തികവ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാവണം? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം. അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആവണം, കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു, ഈ -1 ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? +1. ഇനി ബിന്റെയും സിന്റെയും വാല്യൂ എഴുതണം. ബി എത്രയാണ്? -1. സി എത്രയാണ്? +1. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ 4 മൈനസ് ബി ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ്? 1 ആണ്. പ്ലസ് -1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്, ബൈ 4 മൈനസ് ബി എത്രയാണ്? -1 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ്, ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് 1 × 4 4 പ്ലസ് 1 × 1 1 ബൈ 4. ഇനി ഈ മൈനസ് മൈനസ് എന്താവും? പ്ലസ് 1 ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് 1 എത്രയാണ്? 5 ബൈ 4 പ്ലസ് 1 ബൈ 2 ഈക്വൽ ടു 5ന്റെ റൂട്ട് ഒരു കറക്റ്റ് ആയ ഒരു ഇൻറ്റീജർ ഇല്ലാത്തത് കൊണ്ട് തന്നെ 5ന് നമ്മൾ റൂട്ട് 5 തന്നെ എഴുതുന്നു. റൂട്ട് ഓഫ് 4 എത്രയാണ്? 4ന്റെ റൂട്ട് 2 ആണ്, പ്ലസ് 1 ബൈ 2. അതായത് എക്സിന്റെ രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 5 ബൈ 2 പ്ലസ് 1 ബൈ 2, അതുപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് റൂട്ട് 5 ബൈ 2 പ്ലസ് 1 ബൈ 2 ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എക്സിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവയെ എങ്ങനെയാണ് നമുക്ക് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാനായിട്ട് സാധിക്കുക? ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് 5 പ്ലസ് 1 ബൈ 2 ഇംപ്ലൈസ് ഈ രണ്ടിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 2x ഈക്വൽ ടു മൈനസ് റൂട്ട് 5 പ്ലസ് 1, അതായത് 2x പ്ലസ് റൂട്ട് 5 മൈനസ് 1 ഈക്വൽ ടു 0. ഇതാണ് ഒരു ഫാക്ടർ. ഇനി ഇതിനെങ്ങനെയാണ് ആ രൂപത്തിൽ എഴുതുക? എക്സ് ഈക്വൽ ടു റൂട്ട് 5 പ്ലസ് 1 ബൈ 2, അതായത് 2x ഈക്വൽ ടു റൂട്ട് 5 പ്ലസ് 1, 2x മൈനസ് റൂട്ട് 5 മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന്റെ രണ്ട് ഫാക്ടേഴ്സ് ആണ് ഇവ. ഇനി ഇതിൽ നമുക്ക് എങ്ങനെയാണ് എഴുതുക? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു ആദ്യത്തെ ഫാക്ടർ 2x പ്ലസ് റൂട്ട് 5 മൈനസ് 1 ഇൻറ്റു 2x മൈനസ് റൂട്ട് 5 മൈനസ് 1. അടുത്ത ചോദ്യം, a 2-digit number is such that the product of the digits is 12. When 36 is added to the number, the digits interchanges their places. Find the number. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം 12 ആണ്. ആ സംഖ്യയോട് 36 കൂട്ടിയാൽ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യ ലഭിക്കും. സംഖ്യ കാണുക. അപ്പോൾ നമുക്ക് ഒരു 2-digit നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിനെങ്ങനെയാണെന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക അഥവാ വേർതിരിച്ചെഴുതുക എന്ന് നോക്കാം. അപ്പോൾ ഒരു നമ്പറാണ് 12. 12നെ നമുക്ക് എങ്ങനെയാണ് വേർതിരിച്ചെഴുതാൻ പറ്റുക? 2 എന്നത് വൺസും 1 എന്നത് ടെൻസും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 1 പ്ലസ് 2. അപ്പോൾ 10 × 1 എത്രയാണ്? 10 പ്ലസ് 2 12. ഇനി മറ്റൊരു എക്സാമ്പിൾ 63. 63നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 6 പ്ലസ് 3. അപ്പോൾ 10 × 6 60 ആണ്. 60ലൂടെ 3 കൂട്ടിയാൽ 63. 99 ആണെങ്കിലോ 10 × 9 പ്ലസ് 9. അപ്പോൾ 10 × 9 90. 90ലൂടെ 9 കൂട്ടിയാൽ 99. അപ്പോൾ ഇവിടുത്തെ 2-digit നമ്പറിനെ അഥവാ രണ്ടക്ക സംഖ്യയെ നമ്മൾ എക്സ് വൈ എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്പറിനെ എങ്ങനെ എഴുതാം? 10x 10 × x പ്ലസ് y എന്ന് എഴുതാം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് 12. അതായത് XY എന്ന 2-digit നമ്പറിലെ ഓരോ ഡിജിറ്റ്സിന്റെയും ഗുണനഫലം എന്ന് പറയുന്നത് 12 ആണ്. അതായത് x ഗുണിക്കണം y എന്നത് 12 ആണ്.
രണ്ടാമതായിട്ട് തന്നിട്ടുള്ളത് എന്താണ്? വെൻ 36 ഈസ് ആഡഡ് ടു ദ നമ്പർ ദ ഡിജിറ്റ്സ് ഇന്റർചേഞ്ചസ് ദയർ പ്ലേസസ്. XY എന്ന് പറയുന്ന ഡിജിറ്റിനോട് കൂടി XY എന്ന നമ്പറിനോട് കൂടി 36 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് XY തിരിച്ചെഴുതിയത്, അതായത് YX എന്ന് കിട്ടും. അപ്പോൾ XYക്ക് പകരം നമ്മൾ ഈ നമ്പറാണ് ഉപയോഗിക്കുന്നത്. 10x+y എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 10x+y ഈ നമ്പറിനോട് കൂടി 36 കൂട്ടിക്കഴിഞ്ഞാൽ XY തിരിച്ചിട്ടത്, അതായത് YX ആണ് കിട്ടുക. YXനെ നമുക്ക് എങ്ങനെയാണ് എഴുതുക? 10 × y + x. അപ്പോൾ ഇവിടെ നമുക്ക് 10y + x എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കണ്ടുപിടിക്കാം. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സും വൈയും രണ്ട് വേരിയബിൾ ഉണ്ട്. നമുക്കറിയാം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡോ ക്വാഡ്രാറ്റിക് ഫോർമുലയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിൽ ഒരേ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാവാൻ പാടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വൈനെ മാറ്റി അതിനെയും എക്സിന്റെ രൂപത്തിലേക്ക് ആക്കണം. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് x × y = 12 ആണെന്ന്. അപ്പോൾ അത് നമുക്ക് വൈന്റെ വാല്യൂ കണ്ടുപിടിക്കാം. y = 12/x എന്ന് കാണാം. ഇനി വൈന്റെ സ്ഥാനത്തൊക്കെ നമുക്ക് 12/x എന്നിട്ട് കൊടുക്കാം. 10x + y എന്ത് വരും? 12/x + 36 = 10 × വൈന്റെ സ്ഥാനത്ത് 12/x + x. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും. അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? മെയിൻ ആയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇതിൽ മുഴുവനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 10x + 12/xനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ? a/b + c/d = a × d + b × c / b × d. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ 10x × x എന്ത് വരും? 10x² + 12 × 1 12 / 1 × x എത്രയാണ്? x + 36 = ഇവിടെ 10 × 12 എന്ത് വരും? 120/x + x. ഇനി വീണ്ടും നമുക്ക് ഇതിന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 10x² + 12 × 1 എന്ത് വരും? 10x² + 12 തന്നെ പ്ലസ് ഇനി 36 × x എന്ത് വരും? 36x / x × 1 എന്ത് വരും? x = ഇനി ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 120 × 1 120 പ്ലസ് x × x x² / x × 1 x. ഇവിടെ ഒരേപോലെ x ഉണ്ട്, അത് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി എന്ത് വരും? 10x² + 12 + 36x = 120 + x². ഇനി ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ആദ്യം 10x², ഇവിടെ ഒരു x² ഉണ്ട്. അപ്പോൾ ഈ x² ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 10x² - x². അപ്പോൾ 10ൽ നിന്ന് 1 പോയാൽ 9x². ഇനി x കോഎഫിഷ്യന്റ് ആയിട്ട് ഒറ്റ നമ്പർ ഉള്ളൂ, 36x. ഇനി 120, ഈ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ 120 - 12. അപ്പോൾ 9x² + 36x = 120ൽ നിന്നും 12 പോയാൽ എത്രയാ? 108. ഇനി സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ച് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. വർഗ്ഗത്തിക ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ ഏത് രൂപത്തിലാവണം? x² + bx = c എന്ന രൂപത്തിലാവണം. അതായത് x²ന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം, കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം. ഇവിടെ നമുക്കറിയാം x²ന്റെ കോഎഫിഷ്യന്റ് 9 ആണ്. അപ്പോൾ 9നെ എങ്ങനെയാണ് 1 ആക്കുക? ഏതാണോ ആ കോഎഫിഷ്യന്റ്, ആ കോഎഫിഷ്യന്റിനെ ഇക്വേഷന്റെ മുഴുവനായിട്ട് ഡിവൈഡ് അഥവാ ഹരിച്ചാൽ മതി. അപ്പോൾ 9x² / 9 പ്ലസ് 36/9x = 108/9. 9/9 എന്ത് വരും? 1x² പ്ലസ് 36/9 എന്ത് വരും? 4x = 108/9 എന്ത് വരും? 12. ഇപ്പൊ നമുക്ക് വർഗ്ഗത്തിക അഥവാ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ പാകത്തിനായിട്ടുള്ള ഇക്വേഷൻ ആയിട്ടുണ്ട്. ബിന്റെ വാല്യൂ എത്രയാണ്? 4. സിന്റെ വാല്യൂ എത്രയാണ്? 12. എക്സ് കാണാനുള്ള ഇക്വേഷൻ x = ± √c + b²/4 - b/2. ഇതാണ് നമ്മുടെ വർഗ്ഗത്തികവിന്റെ ഇക്വേഷൻ. ± √c എത്രയാണ്? 12 പ്ലസ് b² അതായത് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 16/4 എത്രയാണ്? 4 മൈനസ് 4 b 4 ആണ്, 4/2 എത്രയാണ്? 2 = ± √12 + 4 16
മൈനസ് 2 ഈക്വൽ ടു 16ന്റെ റൂട്ട് എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 4 മൈനസ് 2. അപ്പോൾ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് എക്സ് ഈക്വൽ ടു മൈനസ് 4 മൈനസ് 2, രണ്ടാമത്തത് എക്സ് ഈക്വൽ ടു പ്ലസ് 4 മൈനസ് 2. ഇനി മൈനസ് 4 മൈനസ് 2 എന്ത് വരും? മൈനസ് 6. 4 മൈനസ് 2 എത്രയാണ്? 2. അപ്പോൾ മൈനസ് 6 നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എക്സ് 2 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് വൈ എന്ന നമ്പറാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വൈ കണ്ടുപിടിക്കണം. അത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൈ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ വൈ ഈക്വൽ ടു എന്ത് വരും? 12/x. അതായത് 12/2 എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ. എക്സ് എത്രയാണ്? 2. വൈ എത്രയാണ്? 6. 26 ആണ് ആ നമ്പർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2015 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു.